ശരിക്കും പറഞ്ഞ ഇന്നൊരു വല്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നത് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച്. പക്ഷെ ഇനി മതി. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് ദിവസം കുറച്ച് നേരത്തെയാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത്. പോകുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം എന്നുണ്ടായിരുന്നു. സോ ആ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് ബൺ കഫേയിൽ നിന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് ഡ്യൂട്ടി യൂഷ്വലി ഉച്ചയ്ക്ക് ശേഷമാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം, നമുക്കതൊരു മടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി വന്നിട്ട് കറക്റ്റ് ഉച്ചയ്ക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറേ നാളത്തെ നമ്മുടെ ഡ്രീമായിരുന്നു സംസം ബൺ കഫേയിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അതിന്ന് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഔട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ കാറിനകത്തോട്ട് കയറാൻ പോവാണ്. ഇല്ലെങ്കിൽ ആ പെട്രോൾ അടിക്കാനുള്ള മെസ്സേജ് കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ലക്കിലി ഇതിൻ്റെ അകത്ത് പെട്രോൾ ഇല്ലാന്ന മെസ്സേജ് വന്നില്ല. സോ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തന്നെ 11 മണി അടുപ്പിച്ചായി. സോ ഇനിയിപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമെന്ന കാര്യമൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടിട്ട് തന്നെ കുറച്ച് ഡിലേ ആയി. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല, നോക്കാം ഗൈസ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പാർക്കിങ്ങിന് സ്പേസ് ഇല്ല. ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് അലച്ചിലായിരിക്കും എന്ന് തോന്നുന്നു. ഗൈസ്, നമ്മളങ്ങനെ സംസമിൽ റീച്ച് ചെയ്തു. ഇനി ഞാൻ കുറച്ച് ഡിസ്റ്റല്ല പാർക്ക് ചെയ്തേക്കുന്നത്. സോ ഇനി നേരെ സംസമിലോട്ട് കയറാം. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വെയിലെന്ന് പറയില്ലേ, അതാണ്. ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ടിട്ട് വന്നത് എന്തായാലും നന്നായി. ഇന്നും ശരിക്കും 3G ആയി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസം ഇപ്പോൾ ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ ജുമ ഉള്ള ദിവസം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് സംസം ക്ലോസ് ചെയ്യും. സോ വെറുതെ ആക്ച്വലി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞ് വന്നു. സോ ഇനിയിപ്പോൾ വേറെ അടുത്ത സ്പോട്ട് നോക്കണം. കുറേ സമയം എവിടെ പോകണമെന്ന് തിങ്ക് ചെയ്ത് അവസാനം KFC പോകാമെന്ന പ്ലാനിലായി. അപ്പോൾ അങ്ങനെ നമ്മൾ KFCയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. KFCയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പാർക്ക് ചെയ്യാൻ സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു വല്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. അതും ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമാവാറേ. ഇനിയിപ്പോൾ എവിടെ പോകാനാണ് നമ്മൾ വിചാരിക്കുന്ന? ഒന്നുകിൽ നമുക്ക് ഇമ്പീരിയൽ കിച്ചൺ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പോൾസ് ക്രീമറി, അല്ലാന്നുണ്ടെങ്കിൽ ബോബ ഷേക്ക് കിട്ടുന്നൊരു കടയുണ്ട് നിയർ ബൈ. ബാവോട്ടാവോ പോകാൻ തോന്നുന്നു. അങ്ങനെ അവസാനം നമ്മൾ കോസ്റ്റ കഫേ എന്ന് പറയുന്ന ഒരു കഫേയിൽ പോയി. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ആദ്യം സംസം ബൺ കഫേ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഓക്കെ ജുമ ആയതുകൊണ്ട് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ പോയത് KFC. അവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായില്ല. ഇപ്പോൾ പിന്നെ ബാവോട്ടാവ് പോയപ്പോൾ അവിടെയും കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായില്ല. ഇപ്പോൾ ഈ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ പലയിടത്തും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഈ കോസ്റ്റ കഫേ കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. തല തിരിഞ്ഞിരിക്കുന്നു. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി അവസാനം ഇവിടെയും കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെറ്റായി. പിന്നെ നമ്മളിവിടെ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സാൻഡ്വിച്ചും പിന്നെ ഒരു ക്യാപ്പിച്ചീനോ, പിന്നെ ഒരു ആക്ച്വലി ഇവിടെ ഇന്ന് ഓഫർ ഉണ്ടായിരുന്നു. ജൂലൈ 4th ആയതുകൊണ്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നു ഡിസ്ട്രിക്റ്റ് ആപ്പ് വഴി ഓർഡർ ചെയ്യുമ്പോൾ. സോ അത് വെച്ച് ഓർഡർ ചെയ്ത് സോ അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് നമുക്ക് ഓഫറിൽ മറ്റേ സാൻഡ്വിച്ചും പിന്നെ വേറെ എന്താ ഓർഡർ ചെയ്തത്, ക്യാപ്പിച്ചീനോയും പിന്നെ അല്ലാതെ ഒരു വാൽനട്ട് ബ്രൗണി. ഇത് മൂന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ സ്നാക്ക് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയിട്ട് റിവ്യൂ പറയാം. സെർവ് ചെയ്ത രീതി വളരെ അടിപൊളിയായിരുന്നു. ആക്ച്വലി കാണാനൊരു നല്ലൊരു ലുക്കുണ്ട്. അപ്പം നമ്മൾ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ചിക്കൻ മലായി ടിക്ക സാൻഡ്വിച്ച് ഇഷ്ടപ്പെട്ടോ? ഓക്കെ കഴിച്ചല്ലോ. വാൽനട്ട് ബ്രൗണി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കഴിച്ചല്ലോ. പിന്നെ മറ്റേ സോർ ക്രീം ഓണിയൻ ക്രഞ്ചി ഇഷ്ടപ്പെട്ടല്ലോ, കുറച്ച് കഴിച്ചല്ലോ. ക്യാപ്ചിനോ ഇഷ്ടപ്പെട്ടില്ലല്ലോ? കുഴപ്പമില്ല. ഇല്ല. അപ്പോൾ അതിവിടെ ഡംപ് ചെയ്തു. കുഴപ്പമില്ലെന്നല്ല, അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാനാണ് ഡംപ് ചെയ്തത്. ഗൈസ്, അങ്ങനെ അലഞ്ഞ് അവസാനം നമ്മൾ കോസ്റ്റ കഫേയിലെത്തി. അവസാനം കോസ്റ്റ കഫേയിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇപ്പോൾ അത് അവിടെ നിന്ന് നമ്മളൊരു ചെറിയൊരു പാക്കറ്റ് ലേസ് പോലൊരു സംഭവം, ഒരു പീനട്ട് പോലെ ഇരിക്കും, പക്ഷെ അതിനെന്തോ പറയുന്നത്, ഈ ഒരു സംഭവം മേടിച്ചു. അതിന് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി. ലൈക്ക് ഞാൻ വിചാരിച്ചു അവസാനമായപ്പോഴത്തേക്ക് ഇതിന് നമ്മൾ ചുമ്മാ ഇങ്ങനെ അലച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച്.
പക്ഷേ ലക്കിലി നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഫുഡിൻ്റെ കാര്യം പിന്നെ ഇവിടുന്ന് ഇന്ന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ പോവാണ്. ഫുഡിൻ്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കൈൻഡ് ഓഫ് ഫുഡായിരുന്നു. റൗഡി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇന്ന് എന്തൊക്കെയോ സംഭവിച്ചു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിരുന്നു. ബിക്കോസ് സംസമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിറങ്ങിയത്. പക്ഷേ അവസാനം എവിടേക്കോ പോയി. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്യാത്തൊരു കഫേയിലാണ് കയറിയത്, കോസ്റ്റ കോഫി അവിടെ കയറിയത്. ബട്ട് ഇറ്റ് വാസ് എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത ഡ്യൂട്ടിക്ക് കയറാനുള്ള സമയമായി. ഇനി മതി, ഞാൻ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ പോവാണ്. ഇന്നത്തെ ഡേ ഔട്ട് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.